പാർലമെന്റ് ബജറ്റ് സമ്മേളനം കഴിയുന്നതിന് മുൻപ് വഖഫ് ഭേദഗതി നടപ്പിലാക്കുമെന്ന് ബിജെപി കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ. മുനമ്പത്തെ ജനങ്ങളോടൊപ്പമാണ് ബിജെപി. നിർഭാഗ്യവശാൽ കേരളത്തിലെ ഇരു മുന്നണികളും ബില്ലിനെ എതിർക്കുകയാണെന്നും പ്രകാശ് ജാവദേക്കർ മുനമ്പം സമരപ്പന്തൽ സന്ദർശിച്ച ശേഷം പറഞ്ഞു. തിരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നതിനാൽ തിരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും മുനമ്പം വിഷയത്തിൽ പ്രശ്നപരിഹാരമുണ്ടായില്ല. 57 ദിവസം പിന്നിടുന്നു മുനമ്പത്തെ നിരാഹാര സമരം. പാർലമെന്റിൽ ബഡ്ജറ്റ് സെക്ഷൻ അവസാനിക്കും മുൻപായി വഖഫ് ഭേദഗതി ബില്ല് പാസാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. But one is sure that after the budget session or in the last week of budget session, you will get justice and we are already with you always. Instead of supporting this bill, unfortunately both LDF and UDF passed unanimous resolution against the bill before the bill is made act. Once act is made, you can say, or while discussion will be there in parliament, they can put their views. But instead of that, just for appeasement, they have decided to oppose the bill and pass the unanimous resolution. മുനമ്പം ജനതയുടെ നിവേദനം JPC ചെയർമാന് നൽകി ഇവിടുത്തെ പ്രശ്നങ്ങൾ അറിയിച്ചിട്ടുണ്ടെന്ന് JPC അംഗം അപരാജിത സാരംഗി അറിയിച്ചു. JPCയിലെ കോൺഗ്രസ് അംഗങ്ങളുടെ എതിർപ്പിനെ തുടർന്നാണ് സമിതി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനുള്ള തീയതി ഏപ്രിലേക്ക് മാറ്റിയത്. നീതി ലഭിക്കുന്നത് താമസിച്ചാലും നിരസിക്കില്ലെന്ന് അപരാജിത സാരംഗി MP വ്യക്തമാക്കി. 8th August 2024, since the day the JPC was constituted, around 96 lakh applications through courier, through email have reached the JPC office in Delhi, Joint Parliamentary Committee office in Delhi. Imagine. So we have been examining all the applications. We are listening to different organizations. 196 organizations expressed their desire to come and speak to us. വഖഫ് അധിനിവേശത്തിനെതിരെ സമരം ചെയ്യുന്ന മുനമ്പത്തെ ജനങ്ങളെ ഇരു നേതാക്കളും സന്ദർശിച്ചു. 57 ദിവസമായി നടക്കുന്ന സമരത്തിനൊപ്പം BJP മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. ജനം, കൊച്ചി.